ശ്രീ SS നായർ, എന്തൊക്കെയാണ് താങ്കൾ ഈ ബജറ്റിൽ കാണുന്ന പ്രതീക്ഷകൾ? എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 116 അനുസരിച്ചിട്ടുള്ള ഒരു ഇൻട്രീം ബഡ്ജറ്റാണ് ഇന്ന് പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. അതൊരു ടെമ്പററി ഫൈനാൻഷ്യൽ പ്ലാനാണ്. അതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഫൈനാൻഷ്യൽ പ്ലാൻ എന്ന് നമ്മൾ സൂചിപ്പിക്കും. വേറെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓട്ടോൺ അക്കൗണ്ടാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ വരുന്ന 2 മാസക്കാലത്തേക്ക് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്രൂവൽ പാർലമെൻറ്റിൽ തേടുന്ന ഒരു ബഡ്ജറ്റാണ്. നിർമ്മല സീതാറാം 2 ദിവസത്തിന് മുമ്പ് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചത് വലിയ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഡിക്ലറേഷൻസ് സാധ്യതയില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വലിയ പോളിസി ചേഞ്ചസ് ഇതൊന്നും പാടില്ല, കാരണം ഇലക്ഷൻ മോഡിലാണ് രാജ്യം, അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നൊക്കെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എങ്കിൽ പോലും പൊളിറ്റീഷ്യൻസാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഗവൺമെൻറ് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യൻസാണ്. എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ ഭാവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് കുറച്ചൊരു പൊളിറ്റിക്കൽ ചായ്വോടുകൂടിയുള്ള ബഡ്ജറ്റ്, ഒരു ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ സാധ്യത ഞാനിതിൽ കാണുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഏതാണ്ട് ഒരു 50-55 ലക്ഷം കോടി സൈസിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ആണ് എൻ്റെ പ്രതീക്ഷയിൽ ഉള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ, മേരി ടീച്ചർ മുതൽ മറ്റു ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം ഫോക്കസ് കൊടുക്കേണ്ട ഒരു മേഖല അഗ്രേറിയൻ മേഖല തന്നെയാണ്, കാർഷിക മേഖല തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കർഷകൻ നാടിൻ്റെ നട്ടെല്ലാണ് എന്നൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും കർഷകനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ ഭരണാധികാരികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകൻ ഒരു ഡിസാറ്റിസ്ഫൈഡ് കമ്മ്യൂണിറ്റിയായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡിസാറ്റിസ്ഫൈഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് താഴ്ന്നിരിക്കുന്നു. വിഷമങ്ങൾ, വേദനകൾ, കാലാവസ്ഥ മാറുമ്പോൾ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, സോയിൽ ഇറോഷൻസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയുടെ ഡിപ്ലീഷൻസ്, മഴയുടെ അഭാവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യം, സപ്പോർട്ടിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ കർഷകനാണ് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ വേദനകളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഒരു ഭരണാധികാരി വളരെ ഫോക്കസോടുകൂടി ഇടപെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതാണ്ട് നിർമ്മല സീതാറാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞതുപോലെ ഇടനിലക്കാരുടെ ചൂഷണങ്ങളൊക്കെ മറികടക്കാനുള്ള ബില്ലുകൾ സംരംഭങ്ങളായി കൊണ്ടുവരുന്ന ഒരു ഘട്ടമില്ലേ? അതൊക്കെ പ്രതിഷേധങ്ങളുടെയും ആൾബലത്തിൻ്റെയും അർത്ഥത്തിൽ ചില ഗ്രൂപ്പുകളുമായി ചേർന്ന് അട്ടിമറിക്കുകയല്ലേ ചെയ്തത്? സർക്കാർ വളരെ സിൻസിയറായി തന്നെയല്ലേ ആ കാര്യങ്ങളിൽ ഇടപെട്ടത്? അങ്ങനെ ഒരു വാദം ഉയർന്നു ശ്രീ SS നായർ. ശരിയാണ്. ഞാനതിനെ അക്കാര്യത്തിൽ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ എങ്കിലും കുറച്ചുകൂടി ധീരതയോടുകൂടി തന്നെ നമ്മൾ സർക്കാർ നേരിടേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള അലോക്കേഷൻ ഏതാണ്ട് 18% മാത്രമേ ഉള്ളൂ. ഡിഫൻസിന് 55%, അതുപോലെ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തു. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വന്നപ്പോൾ ഏതാണ്ട് 18% മാത്രമേ, 1,25,000 കോടി എങ്ങാണ്ട് അലോക്കേഷൻസ് മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ.